ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൗഢമായ പുത്തൻകുരിശ് ബൈബിൾ കൺവെൻഷൻ്റെ 2ാം രാത്രിയിൽ പവിത്രമായ വേദിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യ റമ്പാച്ചന്മാർ, കോറഫിസ്കോപ്പന്മാർ, സന്യസ്തർ, പുരോഹിത ശ്രേഷ്ഠർ, മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യ സമാധാനം എന്നരുളി ചെയ്ത നിത്യനാം ദൈവത്തിൻ്റെ നാമത്തിൽ ആത്മീയ സദസ്സിന് ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. അഭിമന്യ പിതാവ് കൽപ്പിച്ച് സംസാരിച്ചതുപോലെ ഒരു പകരക്കാരനായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഈ ഉച്ചഭാഷണി കൈകളിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. 3 മണി സമയമായപ്പോൾ, 3:30 ആയപ്പോൾ തിരുമനസ്സുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു, ഇന്ന് പുത്തൻകുരിശ് കൺവെൻഷൻ്റെ പ്രാസംഗികൻ ഡേവിസ് അച്ഛൻ അസൗകര്യമാണ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അച്ഛൻ വന്ന ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാനത് സ്വീകരിച്ചു. ഉടൻ തന്നെ കുളിച്ച് റെഡിയായി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി 1 നിമിഷം പ്രാർത്ഥിച്ചു. സഖ്യൻ മഞ്ഞു പുതച്ച് കിടക്കുന്ന കേരളത്തിന് കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൻ്റെ മലഞ്ചെരുവിൽ നിന്നും വാഹനം ഓടിച്ച് അല്പസമയം മുമ്പ് ഇവിടെ എത്തി. വളരെ അസ്വസ്ഥതകൾ എന്നെ അലട്ടുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ പുത്തൻകുരിശ് കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ പാറകലി തറുക നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ്. ആമുഖ പ്രസംഗത്തിൻ്റെ അകമ്പടിയില്ലാതെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മേഖലകൾ ചാട്ടുളി പോലെ ഇന്ന് രാത്രികാലം കൂടാരത്തിൽ പെയ്തിറങ്ങുമ്പോൾ, ആരാധ്യനായ ദൈവമേ, ഇന്ന് രാത്രികാലം അടിയനോട് അടിയാട്ടിയോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കാൻ ശക്തനായവൻ വേദിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഈ രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയമായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ സന്ദേശം ആമോസ് പ്രവചനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ തിരുവചനമാണ്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ ചേർത്തടയ്ക്കാം, ശിരസ്സുകളെ നമുക്ക് കുനിക്കാം, ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹീതമായി കൂടി വരും നിർമ്മലമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. 1 വർഷക്കാലം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൺവെൻഷൻ സംഗമിച്ചു. അതിൻ്റെ പാവനമായ 2ാമത്തെ രാത്രിയിലെ ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നു വരുവാനും ആരാധ്യനായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും സ്വർഗം ഒരുക്കി തന്ന അവിസ്മരണീയ അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രിയിലെ പ്രൗഢമായ തിരുവചന ആരാധനയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ച വിശുദ്ധ തിരുവെഴുത്തിനെ നാഥൻ്റെ പക്കലേക്ക് സമർപ്പിക്കട്ടെ. പുരുഷാരത്തെ മനസ്സലഞ്ഞ ആരാധന ദൈവമേ, കർത്തൃവചനത്തെ കൈകളിലെടുക്കണമേ, അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തണമേ. പാറകലിത്താറോഹായാകുന്ന പരിശുദ്ധാത്മാ ദൈവത്തെ കാണിച്ച് വാഴ്ത്തി നുറുക്കി പാവപ്പെട്ട അടിയങ്ങൾക്ക് വിഭജിച്ച് നൽകണമേ. വചന ശുശ്രൂഷയ്ക്ക് അഭിഷേകം ഞങ്ങളുടെ പിതാക്കന്മാർ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നയിപ്പാൻ കൃപ കൊടുക്കണമേ. ഒരു പകരക്കാരനായിട്ട് വചനമാറ്റിയ കൂടാരത്തിനകത്ത് അടിയൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിക്കനായ മോശയുടെ തടിച്ച നാവിനോട് കൂടെ ഇരുന്നവനെ നടത്തിയ ദൈവമേ, അടിയൻ്റെ അധരത്തോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. ഈ ജനത്തിന് കൊടുക്കാൻ ആവശ്യമായ സനാതന മൂല്യങ്ങളെ, ധാർമ്മിക നീതിബോധങ്ങളെ വെളിപ്പെടുത്താൻ ഏഴയ്ക്ക് അവിടുന്ന് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വെളിച്ചം അങ്ങയുടെ കരവലയങ്ങളിലായിരിക്കണം. പാടുന്ന മക്കളെ അഭിഷേകം ചെയ്യണം. കാലാവസ്ഥ തിരുമേനെ ഏറ്റെടുത്ത് ക്രമീകരിക്കണം. കർത്താവെ, കൂടാരത്തിനകത്തും പുറത്തുമായി കർണകടോര ശബ്ദപരിധിക്കകത്ത് ശ്രവിക്കുന്ന എല്ലാവരും മേലും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ കുറവുള്ള നിറവളാക്കി തീർക്കണമേ.
പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, വിശുദ്ധന്മാർ രക്തസാക്ഷികളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ച കേട്ട ഗഗനതരമായ സന്ദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്നലെയും ഈ വിഷയത്തോട് ചേർന്ന് ഇപ്പോൾ ആമുഖ പ്രഭാഷണത്തിലൂടെ അഭിവന്യ ഏലിയാസ് മാർ അത്താനാസ് യൂലിയോസ് തിരുമേനി കാച്ചി കുറുക്കിക്കൊണ്ട ഒരു സന്ദേശം ഇവിടെ കൈമാറി. അതിൻ്റെ ചുവട് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കാതെ അതിനോട് ചേർത്ത് ധാർമ്മിക മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന സത്യങ്ങൾ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചു കേട്ട വിശുദ്ധ വചനത്തിൽ അടങ്ങിയിട്ടുള്ളതായ മേഖലകളെ ഞാൻ ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തി താഴേക്കിറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രാധാന്യം ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വാക്യം ദൈവത്തിൻ്റെ ജനങ്ങളോട് നീതി നിറഞ്ഞതായ ഒരു ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനമാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ആമോസ് പ്രവാചകൻ മനുഷ്യൻ്റെ ആളത്തം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ആരാധനയെ ശക്തമായി എതിർത്തുകൊണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവം തമ്പുരാൻ സത്യസന്ധമായ ഹൃദയങ്ങളെയും നീതിപൂർവമായ പ്രവർത്തനങ്ങളെയും ധർമ്മബോധമുള്ള ജീവിതം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ സന്ദേശം ഇന്ന് രാത്രികാലം കൈമാറുമ്പോൾ ധാർമ്മിക മൂല്യമുള്ള ഒരു ജനതയെ നയിക്കേണ്ടതിനായിട്ട് ദൈവം തമ്പുരാൻ നയിച്ച വിധം ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം പുത്തൻകുരിശ് മൈതാനത്ത് നിങ്ങൾ സെമിത്തേരിക്കകത്ത് കുരിശ് നാട്ടിയതുപോലെ ഇരിക്കാതെ ദൈവമക്കളെ ആർജവവീര്യത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ ശ്രവണത്തിനെ കാതോർത്തിരിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കാൻ ശക്തനായവൻ ഈ ഭേദിയിൽ ഇനി നിങ്ങളോട് ഇടപെടാൻ വേണ്ടി പോകുകയാണ്. വായിച്ചു കേട്ട വിശുദ്ധ ആമോസ് പ്രവചനത്തെ ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായി സൃഷ്ടികർത്താവായി ദൈവം തമ്പുരാൻ തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനതയെ ധാർമ്മിക മൂല്യമുള്ള നീതിബോധമുള്ള ഒരു ജനതയായി വാർത്തെടുക്കേണ്ട ദൈവം തമ്പൻ അവലംബിച്ച മാർഗങ്ങൾ ഈ വിശുദ്ധ പ്രവചന ഗ്രന്ഥങ്ങളുടെ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, മെസ്സേജിന് തിരശ്ശീല വീഴുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നെറുകയിൽ കൈവെക്കുന്ന അത്ഭുതത്തിന് ഈ പുത്തൻകുരിശ് മൈതാനം സാക്ഷ്യം വഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ആരാധനയ്ക്ക് വേദിയിൽ തിരശ്ശീല ഉയരുമ്പോൾ നമുക്ക് വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലൂടെ സന്ദേശം ഇപ്രകാരം വായിച്ചു കേൾക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം വായിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ ബാക്കി പൂരിപ്പിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ദൈവം അവരെ ബലിസ്തരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും എന്നാൽ യുദ്ധം കാണുമ്പോൾ ജനം പേടിച്ച മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് കരുതിയും അവരെ അതിലെ നടത്തിയില്ല. ദൈവം ഒരു ചെങ്കടലരികളും മരുഭൂമിയിൽ കൂടി ചുറ്റി നടത്തി മതി. വായിച്ചു കേട്ട വചനങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വാത്സല്യമുള്ള ദൈവത്തിൻ്റെ തിരുസഭാ ജനമേ, ഒരു ജനതയെ ദൈവം തമ്പുരാൻ ധാർമ്മിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സനാതന സത്യത്തിൻ്റെ മൂല്യങ്ങൾ വശമാക്കേണ്ടതിനായിട്ട് ഒരു ജനതയെ ദൈവം തമ്പുരാൻ നയിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വായിച്ചു കേട്ട വിശുദ്ധ തിരുവചനം എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട ജനതയായിരുന്നു ഇസ്രായേൽ ജനത. നീട്ടിയ ഭുജം കൊണ്ട് തൃക്കരങ്ങൾ ചേർത്ത് പിടിച്ച് ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു ജനവിഭാഗമായിരുന്നു ദൈവത്തിൻ്റെ ജനത. ആമോസ് പ്രവചനം 5-ാം അധ്യായം 25-ാമത് തിരുവചനം നമ്മുടെ കുറിവാക്യത്തിൻ്റെ താഴ്ഭാഗം നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ജനതയായ ഇസ്രായേൽ ജനതയെ
40 കൊല്ലക്കാലം ഊഷര മരുഭൂമിയിലൂടെ നടത്തിയെന്നാണ് നമ്മളവിടെ വായിച്ച് കേൾക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായി സൃഷ്ടികർത്താവായി ദൈവം തമ്പുരാൻ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ ജനതയെ ഊഷര മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിടാൻ കാരണമായി തീർന്നത്? ഞാൻ ഇന്ന് രാത്രിയിൽ ചേർത്ത് വെച്ച് വചനത്തോട് ചേർന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, ഇസ്രായേൽ ജനതയെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, നീതിബോധങ്ങളിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ അവരെ എന്തു ചെയ്തു? അതാണ് വായിച്ചു കേട്ടത്. ദൈവം അവരെ മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിട്ടു. എന്താണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ മരുഭൂമിയുടെ പ്രത്യേകത? മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മരുഭൂമിക്കകത്ത് വെള്ളമില്ല. മരുഭൂമിക്കകത്ത് നടപ്പാതകളില്ല. മരുഭൂമിക്കകത്ത് വിഷപ്പാമ്പുകളുണ്ട്. മരുഭൂമിക്കകത്ത് പകൽ ശക്തമായ ചൂടും രാത്രികാലം അതിശൈത്യവുമാണ്. അങ്ങനെയുള്ള വെള്ളമില്ലാത്ത വരണ്ടുണങ്ങിക്കിടക്കുന്ന നിർജ്ജല മേഖലയ്ക്കകത്തേക്ക് പടച്ചവൻ അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ ജനത്തെ നടത്തി. എത്ര കൊല്ലം നടത്തി? 40 കൊല്ലക്കാലം. എന്തിനു വേണ്ടി നടത്തി? നീതിബോധമുള്ള ജനതയായി ഈ ജനത്തെ രൂപകൽപ്പന ചെയ്യുവാൻ, മെടയപ്പെടുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നടത്തിയെന്ന് ഒറ്റവാക്കൽ ഞാനത് ഓർമ്മപ്പെടുത്തട്ടെ. അഭ്രവാളിക്കകത്ത് എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ സന്ദേശം ഇനിയും മുഖരിതമായി മടങ്ങിപ്പോകട്ടെ. ദൃശ്യാവിഷ്കാരം പോലെ ഞാനത് പരിചയപ്പെടുത്താൻ പോകുകയാണ്. സർവശക്തനായി ദൈവം തമ്പുരാൻ അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ ജനതയെ മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിടുമ്പോൾ വായിച്ച വചനത്തിൽ വ്യക്തമായി ദൈവത്തിന് പരിശുദ്ധാത്മ സന്ദേശം ഇങ്ങനെ കോറിയിട്ടു. ഈ ജനതയ്ക്ക് കടന്നു പോകുവാൻ പ്രിയപ്പെട്ടവർ ഒരു എളുപ്പ വഴിയുണ്ടായിരുന്നു, ഒരു കുറുക്ക് വഴിയുണ്ടായിരുന്നു, ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ കുറുക്ക് വഴിയിലൂടെ, ഷോർട്ട് കട്ടിലൂടെ ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ നടത്തിയില്ല, മറിച്ച് മരുഭൂമിയായി അവിടുത്തെ ജനത്തെ നടത്തി. എന്താണ് അവരെ അങ്ങനെ നടത്താൻ കാരണമായി തീർന്നത്? വചനം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. എളുപ്പ വഴിയിൽ പ്രിയപ്പെട്ട യുദ്ധം നടക്കുകയാണ്. യുദ്ധം കാണുമ്പോൾ ദൈവത്തിന് ജനം പേടിച്ച് വീണ്ടും അവർ അടിമത്തങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ മക്കളെ എളുപ്പ വഴിയിലൂടെ നടത്താതെ മരുഭൂമിയിലൂടെ നടത്തുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അല്പം കൂടി ആവേശകരമായിട്ട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സർവശക്തന ദൈവം തമ്പുരാൻ അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ മക്കളെ ഊഷര മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിട്ടിട്ട്, മനുഷ്യൻ്റെ കഷ്ടകാലങ്ങൾ കണ്ടിട്ട്, മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ കണ്ടിട്ട്, മനുഷ്യൻ്റെ പരാജയങ്ങൾ കണ്ടിട്ട്, മനുഷ്യൻ്റെ ഉയർത്തൊലിക്കുന്ന ശരീരം കണ്ടിട്ട്, സ്വർഗത്തിൻ്റെ തിണ്ണമേൽ ചാരി വെച്ചിരിക്കുന്ന ചാരുകസേരയ്ക്കകത്ത് കയറിയിരുന്ന കാലുമേ കാല് കയറ്റി വെച്ച് താമ്പൂല മിശ്രിതം വായിക്കകത്തിട്ട് ചവച്ച് നീട്ടിത്തുപ്പിയിട്ട്, കൊള്ളാം നിനക്കൊക്കെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിന് തിണ്ണയിൽ ഇത് ചിരിച്ചൊരു ദൈവത്തിയാൽ ഇന്ന് രാത്രിയിൽ പുത്തൻകുരിശ് മൈതാനത്ത് ഞാൻ പ്രസംഗിക്കാൻ, പരിചയപ്പെടുത്താൻ, നമ്മൾ ആരാധിക്കാൻ വേണ്ടി പോകുന്നത്. വാത്സല്യമുള്ള ദൈവത്തിന് ജനമേ, സാഹിത്യത്തിൻ്റെ ഭംഗിക്കകത്ത് മെസ്സേജ് നഷ്ടപ്പെടുത്തി കളയരുത്. പറയുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ അഗാധ മേഖലകളിലേക്കകത്ത് ആഴ്ത്തിയിറക്കാൻ വേണ്ടിയിട്ട് ചില സന്ദേശങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയട്ടെ, മനുഷ്യൻ്റെ കഷ്ടകാലങ്ങൾ കണ്ടിട്ട് സ്വർഗത്തിലിരുന്ന് ചിരിച്ചൊരു ദൈവത്തെയല്ല ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം, പ്രിയപ്പെട്ട മക്കളെ, അതിൻ്റെ 21-ാമത്തെ തിരുവചനം ഞാനും കൂടെ വായിക്കാം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന്, പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന്, രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. മതി. സുപരിചിതമായൊരു ദൂതാണല്ലോ വെളിപ്പെടുത്തി വായിച്ചു കേട്ടത്.
എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവത്തിന് ജനത്തെ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ദൈവം എന്തു ചെയ്തു എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് വായിച്ചു കേട്ടത്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിനാളമായി പ്രപഞ്ചത്തിൻ്റെ തമ്പുരാൻ ഈ ജനതയുടെ മുമ്പേ നടകൊണ്ടു എന്നാണ് വിശുദ്ധ വചനം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഞാനും നിങ്ങളും ഇന്ന് രാത്രികാലം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്ന് വാത്സല്യമുള്ള ദൈവത്തിൻ്റെ സഭാമക്കളെ നിങ്ങൾക്കറിയുമോ? ഇല്ല, നിങ്ങൾ കേട്ടോ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും ദൈവം പുത്തൻകുരിശ് മൈതാനത്തിരിക്കുന്ന നമ്മുടെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലൂടെ ഞാൻ തെളിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വിശുദ്ധ വചനം വായിക്കാം. ലൂക്കോസ് ലീഗ 7 രക്ഷാസുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനം എല്ലാവർക്കും അറിവുള്ളതായതുകൊണ്ട് ഞാൻ തന്നെ ബോധ്യപ്പെടുത്താം. ദൈവത്തിനകത്തുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുന്ന. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് കടന്നു പോകുകയാണ്. കടന്നു പോകുന്ന മാർഗമധ്യത്തിൽ ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അപഹരിക്കപ്പെടാനിടയായി തീർന്നു. കള്ളന്മാരവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനാക്കി വഴിയരികൾ തള്ളി കടന്നുപോയി. ആ പാതയോരം വഴി ആദ്യമായി കടന്നു വന്നത് ആരാണ് നിങ്ങൾക്കറിയില്ലേ? ഒരു പള്ളിയിലച്ഛൻ കടന്നു വന്നു എന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പുരോഹിതൻ, പ്രിയ ദൈവജനമേ, എന്തു ചെയ്തു? ആ മുറിവെറ്റ് കിടക്കുന്ന നിണധാരിയാകുന്ന മനുഷ്യനെ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. ഈ പുരോഹിതൻ എന്തുകൊണ്ട് അങ്ങനെ കടന്നുപോയി എന്ന് പഠിപ്പിക്കേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ആ തെരുവോരം വഴി ആരാണ് കടന്നു വന്നത്? ഒരു ലേവ്യൻ കടന്നു വന്നു എന്നാണ് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പള്ളിയുമായി ബന്ധമുള്ള, ആരാധനയായി ബന്ധമുള്ള ഈ ലേവ്യനും നേതാവാകുന്ന പള്ളിയിലച്ഛൻ ചെയ്തതുപോലെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. ഈ പള്ളിയിലച്ഛൻ ലേവ്യ മനുഷ്യനുമല്ല എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. കടന്നു വരുന്നു മൂന്നാമതൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരാണ്, പ്രിയപ്പെട്ടവരെ, ശമരിയക്കാരൻ. ശമരിയക്കാട് ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ ശമരിയക്കാരനാകുന്ന മനുഷ്യൻ കടന്നു വരുമ്പോൾ കണ്ടതായി ചിത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണ്. അവൻ യഹൂദനാണ്. യഹൂദന്മാർ ശമരിയക്കാർ ശത്രുക്കളാണ്, കണ്ടാമിണ്ടാത്ത ബദ്ധവൈരികളാണ്. ശമരിയക്കാരൻ വരുമ്പോൾ കണ്ട ചിത്രം തൻ്റെ ശത്രു മുറിവേറ്റ് കിടക്കുകയാണ്. ഈ ശമരിയക്കാരൻ എന്തു ചെയ്തു? വാഹനത്തെ താഴെ ഇറങ്ങി മുറിവേറ്റ് കിടക്കുന്ന ശത്രുവിൻ്റെ സമീപത്ത് കടന്നു എന്ന് അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി എണ്ണ പകർന്ന് അവനെ പൊക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലെത്തിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സന്ദേശം ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നെ അവിടെ പഠിപ്പിക്കാനായിട്ടിടയായി തീർന്നു. ഈ ശമരിയക്കാരനാകുന്ന മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനുമായി സത്രത്തിനകത്ത് പ്രവേശിച്ചു. നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ്: പിറ്റേന്നാൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ മെസ്സേജ് കഴിഞ്ഞ് കൂടാരം വിട്ടു പോകുമ്പോഴും ഹൃദയത്തിന് മാംസപ്പലകയ്ക്കകത്തെ വാക്ക് സ്പന്ദിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ശമരിയക്കാരനാകുന്ന മനുഷ്യൻ സത്രം വിട്ടുപോയ ദിവസമാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറക്കരുത്. നിങ്ങൾക്ക് നാവിൻ തുമ്പിനകത്ത് ഉച്ചരിക്കാൻ നാണക്കേടാണെങ്കിൽ ഹൃദയത്തിന് മാംസപ്പലകയ്ക്കകത്ത് ഉച്ചരിക്കണം: പിറ്റേന്നാൾ. മറക്കാതിരിക്കട്ടെ. ദൈവമക്കളെ, 2 നാണയമെടുത്ത് സത്രം സൂക്ഷിപ്പുകാരന് കൈവശം കൊടുത്തിട്ട് ശമരിയക്കാരൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അധികം വല്ലതും ചിലവിട്ട ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടും അതിന് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് ഇവിടെ നിങ്ങൾക്കും ഭാഗ വെളിപ്പെടുത്തിയത്. ശമരിയക്കാരനാകുന്ന മനുഷ്യൻ, വാത്സല്യമുള്ള തിരുസഭയുടെ വൈതലേ, ഏത് ദിവസമാണ് സത്രം വിട്ട് പോയത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ: പിറ്റേന്നാൾ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഈ ശമരിയക്കാരൻ തലേ രാത്രിയിൽ എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്: മുറിവേറ്റവൻ്റെ കൂടെയായിരുന്നു. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
ദൈവം പുത്തൻകുരിശുകാരുടെ സുറിയാനിക്കാരൻ്റെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഏത് രാത്രിയിലാണ് സുറിയാനിക്കാരൻ്റെ കൂടെ ഈ രാത്രിക്കാലം ഈ കൂടാരത്തിനകത്ത് കടന്നു വന്ന ദൈവത്തിന് ജനമേ നമ്മുടെ കൂടെ കിടക്കുന്ന ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും, മത്യൂസ് തോക്കുവാറിയച്ച കല്യാണം കഴിഞ്ഞ് മണവാട്ടി പെണ്ണിൻ്റെ കൂടെ മണവാളൻ മണിയറയിൽ കയറുന്ന രാത്രിയിൽ കൂടെ കിടക്കുന്നവനാണ് ദൈവം, അല്ലേ? അല്ല. മൃട്ടാന ഭോജ്യം വെട്ടിവിഴുങ്ങാൻ വേണ്ടി തീൻമേശയ്ക്കകത്ത് ആഗതമാകുമ്പോൾ കടന്നു വന്നിരിക്കുക ദൈവമല്ല നമ്മുടെ ദൈവം. നീ മുറിവേൽക്കുന്ന രാത്രിയിൽ, നീ ഒറ്റപ്പെടുന്ന രാത്രിയിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ നീ അപകടത്തിനകത്ത് പെടുന്ന രാത്രിയിൽ, നിന്റെ ജീവിത സാമ്രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന രാത്രിയിൽ, തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഒരു നുള്ള അരി പോലും കഴുകിടാൻ കഴിയാതെ നിന്റെ ജീവിതം ഗതിമുട്ടുന്ന രാത്രിയിൽ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൂ എന്ന് വിധി എഴുതുന്ന വിധിയുടെ നാളുകളിൽ നിന്റെ കൂടെ കിടക്കുന്നവനാണ് നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ദൈവത്തിന് ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്തിയത്. ദൈവം നമ്മുടെ കൂടെ കിടക്കുന്നു. ഏത് രാത്രിയിലാണ് ദൈവം നമ്മുടെ കൂടെ കിടക്കുന്നത്? സുഖലോലുപതയുടെ രാത്രിയിലല്ല, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നിറയുന്ന രാത്രിയല്ല, ഒന്നുമില്ലാത്ത നിമിഷങ്ങളിൽ, എല്ലാം തകർന്നടി നിമിഷങ്ങളിൽ, ദൈവമക്കളെ അപകടത്തിൽപ്പെടുന്ന നിമിഷങ്ങളിൽ, നിന്റെ ജീവിത പങ്കാളി നിന്നെ ഇട്ടിട്ട് പോകുന്ന നിമിഷങ്ങളിൽ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ തള്ളിക്കളയുന്ന രാത്രിയിൽ, ഉറ്റവരും ഉടയവരുമില്ലാതെ നമ്മുടെ കുടുംബത്തിന് അന്തേവാസികൾ പിണ്ടം വെച്ച് പടിയിറക്കുന്ന രാത്രിയിൽ നിന്റെ കൂടെ കിടക്കുന്നവനാണ് സുഹൃത്തേ, വത്സല സഹോദരിയെ, നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന നിന്റെ ദൈവം. ഇസ്രായേൽ ജനതയെ ദൈവം തമ്പുരാൻ മരുഭൂമിക്കകത്തേക്ക് ഇറക്കി വിട്ടിട്ട് സ്വർഗത്തിന് തിണ്ണയിൽ ചിരിക്കുകയല്ല ദൈവം ചെയ്തത്. വചനം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. ആ ജനത്തിന് നിസ്സഹായ അവസ്ഥയിൽ, ആ ജനത്തിൻ്റെ പരാജയത്തിനകത്ത്, ആ ജനത്തിന് നൊമ്പരങ്ങൾക്കിടയിൽ ഈ ദൈവം അവർക്ക് വെളിച്ചമായി, അഗ്നിയുടെ നാളമായി മുമ്പേ നടകൊണ്ടു എന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒറ്റ വാക്ക് ഞാൻ ആ ഭാഗത്ത് ചേർത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനകത്തുണ്ടാകട്ടെ, ഈ രാത്രിക്കാലം ദൈവജനത്തിന് ഹൃദയത്തിന് മാംസപ്പലകയ്ക്കകത്ത് ഈ സന്ദേശം ഇങ്ങനെ കൂട്ടിച്ചേർത്തേ മടങ്ങിപ്പോകാവുള്ളൂ. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് ദൈവജനത്തിന് ഹൃദയത്തിനകത്ത് ഈ രാത്രികാലം കടന്നു വരട്ടെ. ആമേൻ. ജനഭാഗം ചുരുക്കട്ടെ. ഒരു ജനതയെ നീതിബോധമുള്ള ജനതയായി നടത്താൻ വേണ്ടി ദൈവം തമൻ അവലംബിക്കുന്ന മാർഗങ്ങളിലേക്ക് നമ്മൾ ഈ രാത്രികാലം പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് വേഗത്തിൽ വീണ്ടും വായിക്കാം. ദൈവത്തിനകത്തുണ്ടാകട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ തിരുവചനം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടൽ പ്രയാണം ജയിച്ചവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മതി, എല്ലാവർക്കും അറിവുള്ള ഭാഗമായതുകൊണ്ട് എല്ലാം വായിച്ച് പ്രസംഗിക്കുമ്പോൾ എൻ്റെ സമയം പോകും. അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലാത്തവർ കേട്ടുകൊണ്ടിരിക്കുക. അഭിഷേകം നിറഞ്ഞ കരണീയ വചനത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് വെള്ളം കയറാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ കാതുകളും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കട്ടെ. വാത്സല്യമുള്ള ദൈവത്തിന് ജനമേ, ദൈവത്തിന് ജനത്തെ ദൈവം തമ്പുരാൻ മരുഭൂമിയിലേക്ക് ഇറക്കി. തേരാളിയായി, തേര് നയിക്കുന്ന പോരാളിയായി അഖിലാണ്ടത്തിന് ഉടയവനായ തമ്പുരാൻ ആ ജനതയെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടിരിക്കുകയാണ്. ഈ ജനതയെ നയിക്കാൻ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. ഈ ജനത്തെ നീതിമാർഗം പഠിപ്പിക്കാൻ, ധാർമ്മികത പറഞ്ഞു കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ മോശ. മോശ എന്ന് പറയുന്ന ഭക്തനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിന് സഭ കടന്നു പോകുകയാണ്. ആ പോകുന്ന പാതയോരമാണ് പരിശുദ്ധരൊക പരിചയപ്പെടുത്തിയത് ശൂർ മരുഭൂമി. ശൂർ മരുഭൂമിയിലുള്ള ദൈവത്തിന് സഭ കടന്നു പോകുമ്പോൾ ഈ ജനത്തിന് ദൈവമക്കളെ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. പരിചയമുള്ള ഭാഗമായതുകൊണ്ട്
വായിപ്പിക്കാൻ ആഗ്രഹിക്കാതെ ചേർത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമയം ലാഭിക്കണം നമുക്ക്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ സഭയെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മോശ ഈ ജനത്തെ നയിച്ചുകൊണ്ട് പോകുന്നതായി മാർഗമധ്യത്തിൽ ഇവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. ചേർത്ത് പഠിപ്പിക്കട്ടെ, ഇസ്രായേൽ സഹോദരങ്ങൾ ഭക്ഷിക്കാനിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല. ഈ ജനതതി എന്തു ചെയ്തു എന്ന് നിങ്ങൾ കേൾക്കണമോ? വായിച്ചു കേട്ട വചനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇവർ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ വിഷയം കഠോരമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ മരുഭൂമിയുടെ മേഖലകൾക്കകത്തേക്ക് ഇറക്കി വിട്ടത് രണ്ടാമത്തെ കാരണം വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ്. അവർ ദൈവത്തോട് പിറുപിറുത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി പിറുപിറുത്തു? കുടിവെള്ളത്തിന് വേണ്ടി പിറുപിറുത്തു. ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കാത്തതിന് വേണ്ടി അവർ ദൈവത്തോട് പിറുപിറുത്തു. തിരുസഭയുടെ പൈതലെ, ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തരുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ നന്മയ്ക്കുമ്പാകെ ദൈവമക്കളെ തിരിഞ്ഞു നിൽക്കാൻ ഇടയായി തീർന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും മരുഭൂമിയുടെ മണലാരണ്യങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ രാത്രികാലം നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം ദൈവം തമ്പുരാൻ സൊല്ല് പറഞ്ഞു. മനുഷ്യൻ സൊല്ല് പറഞ്ഞതായിട്ട് വേദത്തിനകത്ത് വായിക്കുന്നില്ല. പക്ഷേ ദൈവം തമ്പുരാൻ സൊല്ല് പറയുകയാണ്. ദൈവം തമ്പുരാൻ ദൈവമക്കളെ തൻ്റെ ഭൃത്യനാകുന്ന നേതാവാകുന്ന മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, ജനത്തിന് പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുകയാണ്. ഈ ജനത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. നീ സമക്ഷത്ത് എന്ന് 3 കാര്യങ്ങൾ പ്രത്യേകമായി പരാമർശിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഹൈറേഞ്ച് മേഖല അഭിമന്യ പിതാവായ എലിയസ്മാർ അത്താനാസോസ് തിരുമേനി വീട് വീടാന്തരം കയറിയിറങ്ങി, ഓരോ ദൈവാലയങ്ങളും കയറിയിറങ്ങി കോർണർ മീറ്റിങ്ങുകൾ ക്രമീകരിച്ച് വിളിച്ചു പറയുകയാണ്. പുത്തൻകുരിശ് മൈതാനത്ത് തിരുസഭ ഒരുമിച്ച് കൂടുകയാണ്. ജനം കൂടി വരുവിൻ, കൂടി വരുവിൻ. ദൈവമക്കളെ, അതുപോലെ നേതൃത്വം ഏറ്റെടുത്ത മോശ പാളയത്തിനകത്ത് സഭയെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ദൈവം തമ്പുരാൻ കൊടുത്തതായ 3 നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയാണ്. വേഗത്തിൽ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ മേഖല ഇങ്ങനെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ദൈവം തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഭക്ഷണം നൽകാൻ പോകുകയാണ്. നിങ്ങൾ അവലംബിക്കേണ്ട ഒന്നാമത്തെ മാർഗം, ഓരോ ദിവസത്തേക്ക് വേണ്ടിയത് അന്നന്ന് വെറുക്കണം, മറക്കാതിരിക്കുക. രണ്ടാമത് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത്, നാളേക്ക് വേണ്ടി ആരും കരുതി വെക്കരുത്, ശേഖരിച്ച് വെക്കരുത്. മൂന്നാമത് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത്, 7-ാം ദിവസം ശാബത്തിന് ദിവസമാണ്, സ്വസ്ഥതയോടിരിക്കുന്ന ദിവസമാണ്, അന്നിത് മറക്കാൻ വേണ്ടി പുറത്തിറങ്ങരുത്. ദൈവമക്കളെ, ഇതുപോലെ പാളയമധ്യത്തിനക ദൈവത്തിന് സഭയെ മോശ ദീർഘദർശി വിളിച്ചു വരുത്തി ഇതേപോലെ മെസ്സേജ് കൊടുത്തു. ദൈവജനം ശ്രദ്ധാപൂർവം അത് കേട്ടു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല പറയുന്ന, എനിക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് മോശ പ്രസംഗിച്ച പ്രമേയം ഇതായിരുന്നു: ഓരോ ദിവസത്തേക്ക് വേണ്ടിയത് അന്നന്ന് വെറുക്കണം, നാളേക്ക് വേണ്ടി ആരും കരുതി വെക്കരുത്. 7-ാം ദിവസം ശാബത്ത് ദിവസമാണ്, അന്നിത് പറക്കാൻ വേണ്ടി ആരും പുറത്തിറങ്ങരുത്. പ്രസംഗം കഴിഞ്ഞ ആശീർവാദം സ്വീകരി ജനമെല്ലാം അവനവൻ്റെ കൂടാരങ്ങളിലേക്ക് പ്രവേശിച്ചു. ദൈവമക്കളെ, പിറ്റേന്നാൾ നേരം വെളുത്തപ്പോൾ മറ പൊളിച്ച് ദൈവജനം പുറത്തിറങ്ങിയപ്പോൾ മണൽപ്പരപ്പിനകത്തൊരു സാധനം കണ്ടു. മണൽപ്പരപ്പിനകത്തൊരു സാധനം ഇങ്ങനെ വെളുത്ത് കിടക്കുകയാ. വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധ പള്ളിയിൽ കഴിഞ്ഞാൽ സിമെന്റ് ചാക്ക് ചുമ്മാതെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ആൾ കൂടും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. പണ്ട് 2018 കേരളത്തിനകത്ത് പ്രളയം വന്നപ്പോൾ ഞാൻ വലിയ ദൈവാലയത്തിലെ വികാരിയച്ഛനാണ്. ദൈവമക്കളെ, നമ്മുടെ സഭയിൽ നിന്നും അനേക സ്ഥലത്തും ആ പള്ളിയിലേക്ക് ഞാൻ അടിമാലിപ്പള്ളി വികാരിയായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ദൈവമക്കളെ നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിനകത്ത് ആണ് ക്യാമ്പുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ആളുകൾ അവിടെ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്കാര യുവജനങ്ങൾ ഒക്കെ അവിടെ സാധന സാമഗ്രികൾ കൊണ്ടുവരാനായിട്ടിടയായി തീർന്നു. ദൈവമക്കൾ അത് വിതരണം ചെയ്യുമ്പോൾ ഇടത് കൈ കൊണ്ട് ഒരാൾ മേടിക്കും, പുറകെ നിന്നുകൊണ്ട് വലത് കൈ കൊണ്ട് ഒരാൾ മേടിക്കും. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി 35 നൈറ്റി കടയെ കൊണ്ട് കൊടുക്കാനായിട്ടിടയായി തീർന്നു. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
മീഡിയാസിൻ്റെ കാലമായതുകൊണ്ട് പൊല്ലാപ്പുണ്ടാക്കണ്ടല്ലോ, വാക്ക് ചുരുക്കട്ടെ. വെറുതെ ഒരു സാധനം കിട്ടുമെന്ന് കരുതി കഴിഞ്ഞ ദൈവമക്കളെ ആരും വെറുതെ വിടാറില്ല. മണൽപ്പരപ്പിനകത്ത് ദൈവത്തിൻ്റെ സഭയുടെ മുമ്പാകെ പാളയത്തിനകത്ത് ഒരു സാധനം ഇങ്ങനെ വെളുത്ത് പെയ്യാനറിഞ്ഞ് തുടങ്ങിയപ്പോൾ ജനമത് അങ്ങോട്ട് വാരിക്കൂട്ടി. വേദപുസ്തകം വളരെ വ്യക്തമായ ഒരു സന്ദേശം ഇങ്ങനെ വെളിപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. എന്താണ് പ്രിയപ്പെട്ടവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിന് ജനം ദൈവം കൊടുത്തതായി ഭക്ഷണം വാരിക്കൂട്ടി. നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ ബൈബിൾ രേഖപ്പെടുത്തുകയാണ്, ദൈവമക്കളെ ഇവർ വാരിക്കൂട്ടിയതായ ഈ ഭക്ഷണത്തിനക ക്രമിച്ചുപോയി, നാറിപ്പോയി എന്ന് വചനം രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത ഭക്ഷണത്തിന് പേര് നിങ്ങൾക്കറിയുമോ? ഞാൻ പറയാം. ദൈവം കൊടുത്ത മേൽത്തരമായ ഭക്ഷണത്തിന് പേരാണ് പ്രിയപ്പെട്ടവരെ മന്ന. മന്ന എന്നാൽ അതിന് വലിയ അർത്ഥമുണ്ട്. മന്ന, പ്രിയപ്പെട്ട സഹോദരൻ ദൈവമക്കളെ, മന്ന വാരി കൈക്കൊമ്പിളിനകത്ത് ശേഖരിച്ച് കുടുംബത്തിനകത്ത് ജീവിത പങ്കാളിയെക്കാണ് ചോദിച്ചു, ഇതിൻ്റെ പേരെന്താ? ഭർത്താവിന് ഇതിൻ്റെ പേരറിയത്തില്ല. ദൈവമക്കളെ, ഭാര്യ ചോദിച്ചു, ചേട്ടായോട് ചോദിച്ചു, ഇതിൻ്റെ പേരെന്താ? ഭർത്താവിന് പേരറിയത്തില്ല, ഭാര്യയ്ക്ക് പേരറിയത്തില്ല. ഭാര്യയും ഭർത്താവും മോശയോട് ചോദിക്കുകയാണ്, മോശേ ഇതിൻ്റെ പേരെന്താണ്? മോശ കൊടുത്ത മറുപടി ഇതാണ് മക്കളെ മന്ന. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, മന്ന എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? മന്ന എന്നതിൻ്റെ അർത്ഥം ഇത് എന്നാ എന്നാണ്. പുരുഷൻ സ്ത്രീയോട് ചോദിച്ചോ ഇത് എന്നാണ്? അറിയത്തില്ല. സ്ത്രീ പുരുഷനോട് ചോദിച്ചോ ഇത് എന്നാണ്? അറിയത്തില്ല. രണ്ടുപേരും കൂടെ മോശയോട് ചോദിക്കുകയാണ്, ഇത് എന്നാ? ദൈവമക്കളെ, മോശ പറഞ്ഞു ഇതാണ് മന്ന. മന്നായുടെ അർത്ഥം ഇത് എന്നാ എന്നാണ്. ഞാൻ താഴേക്കിറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്ത ദൈവം തമ്പുരാൻ ദൈവത്തിന് ജനത്തിന് കൊടുത്ത മേൽത്തരമായ ഭോജ്യത്തിന് പേരാണ് പ്രിയപ്പെട്ടവരെ മന്ന. മന്ന അങ്ങോട്ട് പാളയമധ്യത്തിൽ പെയ്തിറങ്ങിയപ്പോൾ ഇസ്രായേൽക്കാര് അത് വാരി ശേഖരിപ്പാനായിട്ടിടയായി തീർന്നു. എന്താണ് സംഭവിച്ച വചനം വെളിപ്പെടുത്തുകയാണ്. അത് ദൈവമക്കളെ അതിനകത്ത് കൃമി പിടിക്കാനായിട്ടിടയായി തീർന്നു. ഒരു ചോദ്യം ചോദിക്കട ദൈവത്തിന് ജനത്തോട്, എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ കൊടുത്ത് മന്നയ്ക്കകത്ത് പുഴു കയറാൻ കാരണമായി തീർന്നത്? ഇത് കൊടുക്കുന്നതിന് മുമ്പ്, ഇത് പെറുക്കുന്നതിന് മുമ്പ്, ഇത് ശേഖരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് 3 കൽപ്പനയുണ്ടായിരുന്നു. ഒന്ന്, ഓരോ ദിവസത്തേക്ക് വേണ്ടി അത് അന്നന്ന് പെറുക്കണം. നാളേക്ക് വേണ്ടി കരുതി വെക്കരുത്. 7-ാം ദിവസം ശാപ ദിവസമാണ്, സ്വസ്ഥ ദിവസമാണെന്ന് മന്ന പറക്കാൻ ആരും പുറത്തിറങ്ങരുത്. ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തെ ആരാധിക്കേണ്ട സമയം, ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന് ജനം മന്ന പറക്കാൻ വേണ്ടി പോയി. പ്രിയ ദൈവമക്കളെ, അതിനകത്ത് പുഴുകാറാനിടയായി തീർന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എൻ്റെ പ്രിയപ്പെട്ട അച്ഛ, ഇസ്രായേൽ ജനതരും മന്ന നാറിയതുമായി പുത്തൻകുരിശ് കൺവെൻഷൻ എന്താണ് ബന്ധം? ഒരു ബന്ധമുണ്ട്. പ്രിയപ്പെട്ട ഈ മക്കളെ, ദൈവം നമുക്ക് നൽകുന്ന സമയങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തരുന്ന സമയങ്ങളും ദൈവമക്കളെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാനിടയായി തീരണം. സർവശക്തന ദൈവം തമ്പൻ 6 ദിവസക്കാലം വേല ചെയ്യുവാൻ നമ്മോട് ആഹ്വാനം നടത്തുകയാണ്. 7-ാം ദിവസം അത് ശാബദിന ദിവസമാണ്, സ്വസ്ഥയുടെ ദിവസമാണ്. അന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ ആരാധിക്കണം. പഴയ നിയമത്തിൽ ശനിയാഴ്ചയായിരുന്നു ശാബദിന ദിവസം. പുതിയ നിയമങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസം മാറി, അത് ഞായറാഴ്ചയായി. എന്താണ് അതിൻ്റെ കാരണം? എല്ലാവർക്കും അറിയാം. കർത്താവാകുന്ന യേശു തമ്പുരാൻ ഗാഗുൽത്താ മലയുടെ കൊലക്കളത്തിനകത്ത് ബലിയായി തീർന്ന് ഉയർക്കപ്പെട്ടത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് പുതിയ നിയമസഭയുടെ കർത്തൃദിവസം ഞായറാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാ ദിവസവും വേല ചെയ്യാം, പക്ഷേ ഞായറാഴ്ച ദിവസം നമുക്കൊരു പ്രത്യേകതയുണ്ട്. അന്ന് കൂലിപ്പണിക്ക് പോകാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. ഞാനിരുന്ന പള്ളിയിൽ സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലം കാണും. ആ സ്ഥലത്ത് നോക്കിയാൽ മതി, അവിടെ ആളില്ലെങ്കിൽ ആ വ്യക്തി അന്ന് വന്നിട്ടില്ല. പരിചയമുള്ള ചില മുഖങ്ങൾ ദൈവാലയത്തിൽ കാണാതെ വരുമ്പോൾ ചോദിക്കുമെന്ന് പള്ളിയെ കണ്ടില്ലല്ലോ. അപ്പോൾ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, ഇന്ന് അച്ഛ ഒരു ദിവസമാണ് ഞായറാഴ്ച ലീവ് കിട്ടിയത്,
തുണി കഴുകാൻ വേണ്ടി വീട്ടിലിരുന്നു. ചിലർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഇന്നൊരു ദിവസമാണ്, ഇന്ന് ബന്ധുക്കളെല്ലാം വീട്ടിൽ വന്നു, അവരെ സൽക്കരിക്കാൻ വേണ്ടി ഇവിടെ സമയം ചെലവഴിച്ചു. ദൈവം തമ്പുരാൻ പുതിയ നിയമസഭയ്ക്ക് കർത്തൃ ദിവസം ഏർപ്പാടാക്കി തന്നത് നമ്മുടെ ഉടുതുണി കഴുകാൻ വേണ്ടിയിട്ടാണോ? ശാന്തമായി പരിശോധിച്ച് നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞായറാഴ്ച ദിവസം ദൈവം തമ്പുരാൻ സഭാചട്ടമായി നമുക്ക് ക്രമീകരിച്ച് തന്നതിൻ്റെ ആത്യന്തിക പ്രത്യേകത എന്ന് പറയുന്നത്, ആ ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവാലയത്തിൽ കടന്നു വരണം. അന്ന് ബിസിനസ്സിന് ഷട്ടർ വെക്കാൻ നമുക്ക് അവകാശമില്ല. തൊഴിലുറപ്പിന് പോയി ചുമ്മാ നിൽക്കാനും നമുക്ക് പ്രമാണമില്ല. നമുക്കുള്ള പ്രമാണം എന്ന് പറയുന്നത് അന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട ഈ മക്കളെ മന്ന പറക്കാനുള്ള തത്രപ്പാടിലാണ്. നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഞായറാഴ്ചയാണ് നമുക്ക് സകല പരിപാടികളും ക്രമീകരിക്കുന്നത്. വിശുദ്ധമായ കുർബാന പള്ളിക്കകത്ത് പുരോഹിതന്മാർ എഴുന്നള്ളിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മന്ന പറക്കാൻ ബിസിനസ് ഷട്ടർ വെക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഞായറാഴ്ച ക്രമീകരിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തെ ആരാധിക്കേണ്ട സമയം ദൈവത്തെ ആരാധിക്കാതെ മന്ന പറക്കാൻ ചെലവഴിച്ചാൽ അത് അനുഭവിക്കാനൊക്കത്തില്ല. അത് ക്രമിച്ചു പോകും, അത് നാറിപ്പോകും. ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു. ഞാൻ മടങ്ങിപ്പോകട്ടെ പ്രിയ മക്കളെ. സർവശക്തന ദൈവം തമ്പുരാൻ നമ്മെ മരുഭൂമിയുടെ പ്രയാണങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ, ഇസ്രായേൽ ജനതയെ ദൈവം തമ്പുരാൻ മരുഭൂമിയിലേക്ക് നയിച്ചതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തോട് പിറുപിറുത്തു എന്നുള്ളതാണ്. നീതിബോധപൂർവമായൊരു ജീവൻ നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. എല്ലാത്തിനും നമ്മൾ പരാതി പറയുകയാണ് ദൈവത്തോട്. ഞാൻ തൃശ്ശൂരിൻ്റെ സ്ഥലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ സ്ഥലമൊന്നും പറയത്തില്ല. ഒരു പെൺകുട്ടി, പ്രിയപ്പെട്ട മക്കളെ, മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. MJSSIയുടെ 10ാം ക്ലാസ്സിൽ ഉന്നതമായി റാങ്ക് കരസ്ഥമാക്കിയ ഒരു മിടുക്കിയാകുന്ന പെൺകുട്ടി. സ്ഥലമൊന്നും പറയത്തില്ല, വേറെ സ്ഥലമൊന്നും പറയത്തില്ല. ഈ പെൺകുട്ടി ഈ മക്കളെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. തൊട്ടുപുറകെ കൊച്ചൻ്റെ അപ്പനും അമ്മയും കൂടിയുണ്ട്. അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു, അച്ഛാ, മോളൊരു വലിയ പരാതിയുമായിട്ടാണ് എപ്പോഴും ദൈവത്തോട്. ഞാൻ ചോദിച്ചു, എന്താണ് പരാതി? അപ്പോൾ ഈ അമ്മയും അപ്പനും പറയുകയാണ്, ഇവള് സുന്ദരിയാണ്, മിടുക്കിയാണ്, പാട്ടുകാരിയാണ്, സൺഡേ സ്കൂൾ അധ്യാപികയാണ്, എല്ലാ കാര്യത്തിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മിടുക്കി പെൺകുട്ടി. പക്ഷെ അവർക്ക് പ്രത്യേകതയുണ്ട്, അവൾക്ക് പൊക്കം കുറവാണ്. അതുകൊണ്ട് അവൾ എപ്പോഴും ദൈവത്തോട് പരാതി പറയും. ഞാൻ ആ കൊച്ചിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ മനസ്സിൽ പറഞ്ഞ്, പൊന്നുമോളെ, പൊക്കം കൂടി ഒരു ആളിൻ്റെ ഗതികേട് മനസ്സിലാക്കുമ്പോഴാണ് പൊക്കം കുറവ് ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമാണ് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പൊക്കം കൂടിയ പുത്തൻകുരിശിലുള്ള ഒരാൾ ഒരു ബസ്സിനകത്ത് കയറുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, എന്ത് സംഭവിക്കും? തല ചെന്ന് കമ്പിയിലിടിക്കും. ഇരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? മുട്ടിയെന്ന് സീറ്റിലിടിക്കും. ഈ മനുഷ്യൻ മരിച്ചു പോയാലോ? പ്രിയപ്പെട്ട മക്കളെ, വീട്ടുകാർ പറയും, അച്ചാച്ചൻ നല്ല പൊക്കമുള്ള ആളാണ്, സാധാരണ പെട്ടി മേടിച്ചുകൊണ്ട് വരരുത്. പുത്തൻകുരിശ് മൈതാനത്തിൽ നിന്ന് രാത്രികാലം ഈ ശബ്ദപരിധിക്കകത്തിന് ചാരത്തും ദൂരത്ത് ശ്രവിക്കുന്ന ദൈവസഭയുടെ പൈതലേ, വിനയത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാ. നീ പൊക്കം കുറഞ്ഞതിൻ്റെ പേരിൽ നീ ദൈവത്തോട് പരാതി പറയണ്ട. നീ തട്ടിപ്പോയാൽ ഏത് ലോക്കൽ പെട്ടിക്കകത്ത് സൂട്ടബിളായി തീരും. ഇവിടെ പൊക്കം കുറഞ്ഞതിന് പേരിൽ ദൈവത്തോട് പരാതി പറയുകയാണ്. ചോദിക്കട്ടെ, ദൈവത്തിന് സഭയോട്, ദൈവത്തിന് ജനത്തോട്. ഏതാനും ആഴ്ച മുമ്പ് വരെയും ദിഗന്ധങ്ങളെ കീറിമുറിച്ച് തുമ്പിക്കൈ വണ്ണത്തിൽ ആകാശവിഹായസെന്ന് പേമാര് കോരിച്ചെറിഞ്ഞപ്പോൾ, ഉടുതുണി അലക്കിട് ഉണങ്ങാതെ വന്നപ്പോൾ ദൈവത്തിന് മുഖത്തേക്ക് നോക്ക് നിങ്ങൾ ചോദിച്ചില്ലേ, എന്തൊരു കാലം? തമ്പുരാൻ മഴമേഘങ്ങളെ വകഞ്ഞു മാറ്റി. കിഴക്കേ ചക്രവാളത്തിനകത്ത് ഉദയന്റെ സൂര്യന്റെ കിരണങ്ങളെ ശക്തിയോടെ ഇന്ന് 27-ാം തീയതി ജ്വലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതേ വായിൽ ഇന്ന് അങ്ങനെ നിങ്ങളും ചോദിച്ചില്ലേ, എന്തൊരു കാലം? മഴ പെയ്യിച്ച തമ്പുരാന് കടക്കപ്പുറതിയില്ല, വെയിലടിപ്പിച്ച ദൈവത്തിന് കടക്കപ്പുറതിയില്ല. ഇതിൻ്റെ പേരാണ് കുഞ്ഞേ പിറുപിറുപ്പ്. എത്രയോ നന്മകൾ ദൈവം തമ്പുരാൻ ജീവിതത്തിനകത്ത് ഒരുക്കി തന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ കോട്ടയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ അഭിവന്യ പിതാവായ തിമോത്തിയോസ് തിരുമേനിയുടെ അരമനയം പ്രസംഗിക്കുകയാണ്. 25 കൊല്ലമായി അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്.
സെൻറ് ജോസഫ് ധ്യാനം തുടങ്ങിയപ്പോൾ തുടങ്ങിയതാ. ഞാനൊരു ചോദ്യം ചോദിച്ച അവരോട്, ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ മുട്ടി ഇങ്ങനെ പിടിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഈ വലത് കരം ഇങ്ങനെ പിടിക്കാൻ കഴിയുമോ? വേറെ തെറ്റിദ്ധാരണയ്ക്കൊന്നും അല്ല കേട്ടോ. വലത് കൈയുടെ മുട്ടി ദൈവമക്കളെ നിങ്ങളൊന്ന് പിടിച്ചു നോക്കിക്കേ. ഈ മുട്ടി എന്താണ് നിങ്ങൾക്കറിയാമോ? ഇത്രയുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഈ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. 335 ഗ്രാം തൂക്കമാണ് ഒരു പ്രായമുള്ള ദൈവമക്കളെ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദൈവമക്കളെ തൂക്കം എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ ദൈവവൈതലെ 72 പ്രാവശ്യം ഈ ചങ്കിൻ്റെ കൂടിനകത്തിരുന്നു കൊണ്ട് ഈ ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കും. 70 വയസ്സ് വരെ പ്രായമായൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയം എത്ര വട്ടം ദൈവമക്കളെ സ്പന്ദിക്കും നിങ്ങൾക്കറിയാമോ? 2.5 കോടി പ്രാവശ്യം സ്പന്ദിക്കും. സ്നേഹിത, ചാരത്തും ദൂരത്തുമായി ശബ്ദപരിധിക്കകത്ത് തന്നെ ശ്രവിക്കുന്ന ദൈവവൈതലേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു ഭ്രൂണമായി വളരുന്ന സമയം മുതൽ നിന്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റാതെ ഈ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയതാ. നീ ഉറങ്ങിക്കിടന്നപ്പോഴും ആ ഹൃദയം ചലനതാളം നിലയ്ക്കാതെ നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇടപെട്ടു. ഇന്ന് രാത്രികാലം ആകാര സൗരഭ്യത്തോടുകൂടി പുത്തൻകുരിശ് മൈതാനത്തിന് വേദിക്കകത്ത് കസേരക്കകത്ത് താണിരിക്കുന്ന ദൈവവൈതലേ, ദൂത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. എല്ലാവിധ നന്മകളും നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന് നിന്നെ പറുക്കമുറ്റിച്ച് പക്കമാക്കി ഈ കൂടാരത്തിൽ 2024 ബൈബിൾ കൺവെൻഷൻ 2ാമത്തെ രാത്രിയിലും ഇവിടെ എത്തിച്ച നിന്റെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി കരമുയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറയട്ടെ. പിറുപിറുപ്പിന്റെ ഭാവങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നീതിയുക്തമായ ജീവിതത്തിന് മേഖലകളിലേക്ക് വെളിച്ചം വീശുവാൻ ഈ രാത്രികാലത്തെ ആരാധന മുഖാന്തരമായി തീരട്ടെ. വാത്സല്യമുള്ള ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകണമല്ലോ. സർവശക്തനായ ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ജനത്തെ മോശയിലൂടെ നടത്തിക്കൊണ്ടു പോകുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 32ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് വ്യക്തമായൊരു ദൂത് പരിശുദ്ധ പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിനകത്തും വായിപ്പിക്കാൻ ആഗ്രഹിക്കാൻ വായിച്ചോളാം. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങൾക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുക മതി. ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ കട്ടുകഴപ്പുള്ളവരുടെ സന്ദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി പോകുകയാണ്. സർവശക്തനായ ദൈവത്തിന് ജനതയാകുന്ന ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ മോശയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ജനം പെരുത്തു. അരാജകത്വങ്ങൾ സമൂഹത്തിനകത്ത് പടരാൻ തുടങ്ങിയപ്പോൾ ഈ ജനത്തിന് നീതിപൂർവമായൊരു ജീവൻ നയിക്കാൻ സർവശക്തന ദൈവം തമ്പുരാൻ ഒരു നിയമത്തിന്റെ സംഹിതയെ മോശയുടെ പക്കൽ ഏൽപ്പിക്കാൻ മോശയെ ദൈവം തമ്പുരാൻ സീനായി കൊടുമുടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മോശ പോകുകയാണ്. മോശയ്ക്കാണ് സഭയുടെ ഉത്തരവാദിത്വം. മോശ പോകുമ്പോൾ ദൈവമക്കളെ, മോശയ്ക്ക് വെറുതെ പോകാൻ കഴിയത്തില്ല. കാരണം ദൈവമേൽപ്പിച്ച സഭയുടെ ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. മോശ എന്ത് ചെയ്തു? മോശയുടെ ജ്യേഷ്ഠനാകുന്ന അഹരോനെ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ദൈവത്തിനകത്തുണ്ടാകട്ടെ, മോശ പോയി. സീനായി കൊടുമുടിയിലേക്ക് ദൈവമക്കളെ മോശ ദീർഘദർശി കയറിപ്പോയി. 40 ദിവസമായി മോശയെ കാണാനില്ല. ജനം അന്വേഷണം ആരംഭിച്ചു. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, മോശയെ കാണാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ സഭ അന്വേഷിച്ചു, ഞങ്ങളുടെ പള്ളിയിലച്ഛൻ എന്നാ പറ്റി? നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പള്ളിക്കകത്തിരിക്കുന്ന വികാരി അച്ഛൻ ഒരു ഞായറാഴ്ച കാണാതെ വന്നാൽ അന്വേഷിക്കുമോ? ഓ പിന്നെ ആ പള്ളി പോയതായിരിക്കും എന്ന് പറയും. പുതിയ പുതിയ അച്ഛന്മാർ പള്ളിയിലേക്ക് വരുമ്പോൾ ഞാനൊക്കെ അനുഭവത്തെ പറയുകയാണ്. നമ്മളിങ്ങനെ പറയും, നമ്മുടെ പള്ളിയിലെ ചില കമ്മിറ്റിക്കാർ പറയും, അയ്യോ ഞങ്ങൾക്കിപ്പോൾ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ആരാണെന്നറിയാമോ? അച്ഛൻ തങ്കച്ചനാ. സമാജത്തിലെ പെണ്ണുങ്ങൾ പറയും, ഞങ്ങൾക്കിപ്പോൾ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ആരാണോന്നറിയാമോ? അച്ഛൻ പൊന്നച്ഛനാ. ആരാ? പൊന്നച്ഛൻ. തങ്കച്ച പൊന്നച്ച എന്നൊക്കെ വിളിക്കുന്ന ഇവക്കെതിരെ വികാരി അച്ഛൻ വിരൽ ചൂണ്ടിയ പറയും, ഇനി അങ്ങേരെ പോകാതെ ഞാൻ പള്ളിയിലേക്കില്ല. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അടുത്ത വണ്ടിക്ക് ഞാൻ സ്റ്റാൻഡ് വിടും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇസ്രായേൽ ജനതയുടെ നേതാവായ മോശയെ കണ്ടില്ല.
ജനം അന്വേഷണം ആരംഭിച്ചു, ഞങ്ങളുടെ നേതാവിന് എന്തു പറ്റി? ജനമെല്ലാം കൂടെ ഒരു ഹർജിയുമായി സഭയുടെ ഉത്തരവാദിയായിരിക്കുന്ന മോശയുടെ ചേട്ടൻ അഹറോന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ജനത്തിന്റെ ഹർജി സ്വീകരിച്ചുകൊണ്ട് ഈ ജനം ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: മോശയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ദൈവമക്കളെ, അഹറോൻ ഈ ഹർജി സ്വീകരിച്ചിട്ട് ജനത്തോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: ചേടത്തിമാരെ, നിങ്ങളുടെ കാതിനകത്ത് കിടക്കുന്ന മേക്കാമോതിരം, കഴുത്തേ കിടക്കുന്ന വാഴപ്പിണ്ടിമാലയും ഇങ്ങോട്ട് അഴിച്ചു തരാൻ. വാങ്ങിക്കൊടുത്ത കെട്ടിയവൻ്റെ അനുവാദം പോലുമില്ലാതെ കെട്ടിയവളെ കുണുക്കൂരി. പറയാൻ നേരമില്ല. ഇന്ന് പല സ്ഥലത്ത് ഈ ആരാധന സ്ഥലങ്ങളെ ദൈവമക്കളെ കുണുക്കൂരുന്നുണ്ട്. പിതാക്കന്മാരിയ്ക്കുന്ന വേദിയായതുകൊണ്ട് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇസ്രായേൽ സ്ത്രീകൾ കാതിനകത്ത് കിടക്കുന്ന കുണുക്കൂരി അഹറോന്റെ കൈവശം കൊടുത്തു. അഹറോൻ അതെല്ലാം കൂടെ ഒരു മൂസയ്ക്കകത്ത് കയറ്റി ഒരു വാർപ്പിനകത്ത് വെച്ച് ദൈവമക്കളെ ഉരുക്കി ഒരു ദൈവത്തെ ഉണ്ടാക്കി കവലയെ വെച്ചിട്ട് പറഞ്ഞു: ഇതാണ് സാക്ഷാൽ ദൈവം. യാക്കോബായക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ചില സ്ഥലത്ത് എന്നാൽ ഏത് സാധനം എവിടെ ഇരുന്നാലും ആരാധിക്കും. ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിനകത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, പുതിയ ദൈവത്തെ രൂപകൽപ്പന ചെയ്ത കവലയ്ക്കകത്തിറക്കിയപ്പോൾ ജനം ആരാധിക്കാൻ തുടങ്ങി. എൻ്റെ നാടൻ ഭാഷയ്ക്കകത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ പൊടി പറക്കുന്നു, പരുന്തിറങ്ങുന്നു. മൂസാ ദീർഘദർശി സീനായി കൊടുമുടിയിൽ നിന്നും ഈ ജനതയെ ധാർമ്മിക ബോധത്തിൽ സത്യസന്ധ നിലപാടിൽ ആരാധിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പ്രമാണമായി സഭയ്ക്കകത്തേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. മോശ മനുഷ്യനല്ലേ? മോശ വിചാരിച്ചു ഞാനില്ല, തക്ക നോക്കി ദൈവം തമ്പുരാൻ സഭയിൽ ഇറങ്ങിയതായിരിക്കും. ജനമെല്ലാം ഉണ്ടയിട്ട് പിടിക്കുകയാണ്. ഇന്ന് അങ്ങനെയാണ്. പുതിയ ആരാധന ഇറങ്ങി. നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലോകം മുഴുവൻ നടക്കുന്ന മനുഷ്യനാണ്. കേരളത്തിലെ ക്രൈസ്തവ പട്ടണത്തെ ദൈവമക്കളെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാ. എനിക്കറിയാം ഇന്ന് മുടിയഴിച്ചിട്ട് ആരാധനയാണ്. സുറിയാനിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ഏതെങ്കിലും പുരോഗതിനും വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ സഹോദരിമാർ ദൈവമക്കളെ തലയ്ക്കക തുണിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കും. അത് സുറിയാനി സഭയുടെ പാരമ്പര്യമാ. നമ്മളതിനകത്ത് അഭിമാനിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഇസ്രായേൽ നേതാവായിരിക്കുന്ന മോശ പാളയത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനമിതാ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാ. മോശ വന്നപ്പോൾ ഒരു രംഗം കണ്ടു. ജനം പുതിയ തമ്പുരാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശ എന്ത് ചെയ്തു? എന്നെ അവിടെ ഇരുത്തി ചിന്തിപ്പിച്ചു. മോശയുടെ കൈവശമിരിക്കുന്ന ഈ ജനത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ സർവശക്തനായി ദൈവം തമ്പുരാൻ കൊടുത്ത സനാതന മൂല്യത്തിന്റെ ധാർമ്മിക പാഠത്തിന്റെ കൽപ്പന മോശ ദീർഘദർശി പാളയത്തെ തച്ചുടച്ചു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വെച്ച കാല പിമ്പോട്ട് വെക്കാതെ മുമ്പോട്ട് വെച്ച് ദിഗന്ധങ്ങൾ നടുങ്ങുമാറ്, പാളയം കിടിലം കൊള്ളുമാറ്, ദൈവമക്കളെ സിംഹാസനങ്ങൾ വിറയ്ക്കുമാറ് ഒരു ചോദ്യം ചോദിച്ചു: ആരാടാ ഇതിവിടെ ഉണ്ടാക്കിയത്? ജനം ഒന്നടങ്കം മറുപടി പറഞ്ഞു: ഇതുണ്ടാക്കിയത് അഹറോനാണ്. ആരാ? കേട്ടില്ല, ഇങ്ങോട്ട് എത്തിയില്ല. അഹറോനാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, വണ്ടി ഓടിച്ച് പോരുമ്പോൾ ഞാൻ ഇന്ന് പ്രസംഗിക്കാനുള്ളതെല്ലാം മനസ്സിലിങ്ങനെ സംഗ്രഹിച്ചുകൊണ്ട് പോകും. ദൈവമേ, പരിശുദ്ധാത്മ ഇന്ന് നീതിബോധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഹല്ലേലൂയ. ദൈവത്തിനകത്തുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മോശ ദീർഘദർശി ദൈവമക്കളെ ചോദിച്ചപ്പോൾ ജനം പറഞ്ഞ മറുപടി: ഇതുണ്ടാക്കിയത് അഹറോനാണ്. കാലിമാറ്റം. ദൈവത്തിനകത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വാസ്തവ ദൈവമക്കളെ, മോശ ചോദിച്ചപ്പോൾ ജനം പറഞ്ഞത് എന്താണ്? ഇതുണ്ടാക്കിയത് അഹറോനാണ്. ആര് പറഞ്ഞിട്ട് ഇതുണ്ടാക്കിയത്? ജനം പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടാരാധിപ്പാൻ ഒരു തമ്പുരാനെ ഉണ്ടാക്കി തരണം. ഇപ്പോൾ അവർ കാലം മാറിയിട്ട് പറയുകയാണ്, ഇതുണ്ടാക്കിയത് അഹറോനാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ കാലുമാറ്റമുള്ളതാ. അത് അരമണിക്കൂർ പറയേണ്ടതാ, വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, മോശയുടെ ചേട്ടനാകുന്ന സഭയുടെ ഉത്തരവാദിയായി ഭരണമേൽപ്പിച്ച് കടന്നുപോയ അഹറോനാണിത് ചെയ്തെന്നറിഞ്ഞപ്പോൾ നെഞ്ചി വിരിച്ചുകൊണ്ട് ഇടിവാള് പോലെ ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ദൈവമക്കളെ മോശയുടെ ചേട്ടനാകുന്ന അഹറോന്റെ അടുക്കൽ ചെന്ന് മോശ ഒരു വിളി വിളിച്ചു. നിങ്ങൾ കേട്ടോ വിളി? അഹറോനെ എന്ന് വിളിച്ചു. കൈകൂപ്പി ആദരപൂർവം അഹറോൻ താഴേക്കിറങ്ങി വന്നിട്ട് മോശയെ വിളിച്ചൊരു വിളിയുണ്ട്, യജമാനനെ എന്ന്. ദൈവത്തിനകത്തുണ്ടാകട്ടെ. ഒരു ചോദ്യം ചോദിക്കേണ്ട ദൈവത്തിൻ്റെ മക്കളോട്.
എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ മക്കളെ സഭയ്ക്കകത്ത് അരുതാത്തത് കണ്ടപ്പോൾ മോശ ദീർഘദർശി ഇത്ര ക്ഷുഭിതനായി ആക്രോശ ശബ്ദത്തോടെ ചേട്ടനെ കയറി ഈ മക്കളെ അച്ചായ എന്ന് വിളിക്കാതെ അഹറോൻ എന്ന് വിളിക്കാൻ കാരണമായി തീർന്നത്? ഭിഖനായവനെ വിളിച്ചത് ആരാണ്? ദൈവമാണ്. ആ ദൈവത്തോട് നീതി പുലർത്തേണ്ട ധാർമ്മികത ആർക്കുള്ളതാണ് മക്കളെ? മോശയ്ക്കുള്ളതാണ്. മറക്കാതിരിക്കുക. അരുതാത്തത് ഈ മക്കളെ കണ്ടപ്പോൾ, സമൂഹത്തിനകത്ത് സഭയ്ക്കകത്ത് അരുതാത്തത് കണ്ടപ്പോൾ ദൈവമക്കളെ മോശയുടെ ഹൃദയത്തിനകത്തൊരു വികാരം ഉദിച്ചു. ആ വികാരത്തിന് പേരാണ് ധാർമ്മിക രോക്ഷം. അതാ ആമോസ് പ്രവചനത്തിനകത്ത് നമ്മുടെ ചിന്താവീക്ഷത വായിച്ച് കൽപ്പിച്ചത്, ദൈവത്തിനകത്ത് ഉണ്ടാകട്ടെ, ദൈവത്തിനകത്ത് ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുന്നു. ഒരു സമൂഹത്തിന് ജീർണാവസ്ഥക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സർവശക്ത ദൈവം തമ്മിൽ എഴുന്നേൽപ്പിച്ച അട്ടടയനായ അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായിരുന്നു ആമോസ്. അതേപോലെ ദൈവം എഴുന്നേൽപ്പിച്ച ശക്തനായ ദീർഘദർശിയായിരുന്നു പ്രിയപ്പെട്ടവരെ മോശ ദീർഘദർശി. ആ ദീർഘദർശി പറയുകയാണ്, ചട്ടനെ കയറി അഹറോനെ എന്ന് വിളിച്ചു. മോശ ഇത്രമാത്രം ക്ഷുഭിതനായി ആക്രോശ സ്വരത്തോടുകൂടി തൻ്റെ ചേട്ടനക്കരെ വിളിക്കാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് മോശയുടെ ഹൃദയത്തിനകത്ത് അങ്കുരിച്ച വികാരത്തിന് പേരാണ് ധാർമ്മിക രോക്ഷം. പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. മറക്കാതിരിക്കുക. ദൈവത്തിനകത്തും വിശുദ്ധ വേദപുസ്തക ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ ധാർമ്മിക രോക്ഷം പ്രകടിപ്പിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? കുരിശിലേക്ക് നിങ്ങൾ നോക്കുക. കർത്താവാകുന്ന യേശു തമ്പുരാൻ ദൈവമക്കളെ ജെറുസലേം ദൈവാലയത്തിനകത്തേക്ക് വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പെസഹ പെരുന്നാൾ സംബന്ധിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ പള്ളിക്കകത്ത് അരുതാത്തത് കണ്ടപ്പോൾ, പള്ളിയും പരിസരവും ഒരു വാണിഭശാലയായി തീർന്ന ചരിത്രം കണ്ടപ്പോൾ കയറ് പിണച്ച ചാട്ടയുണ്ടാക്കി ആടുമാടുകളോടുകൂടെ സകലത്തെയും പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഈ വികാരത്തിന് പേരാണ് ധാർമ്മിക രോക്ഷം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു കസേരയ്ക്കകത്തിരുന്നപ്പോൾ. യോഹന്നാൻ സ്നാപകൻ, ഞാൻ യോഹന്നാൻ സ്നാപകന്റെ കഴുത്ത് വെട്ടിയ സ്ഥലത്ത് പോയി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കാരിയോസ് മൗണ്ടിൽ. ദൈവത്തിനകത്തുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാരെ, ദൈവത്തിൻ്റെ സഭയെ, സമൂഹത്തിനകത്ത് അരുതാത്തത് കണ്ടപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ നിലപാട് കണ്ടപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി ചെന്നുകൊണ്ട് നീതിബോധത്തോടെ ധാർമ്മികതയോടുകൂടി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയും, രാജാവേ, ഈ പരിപാടി നല്ലതല്ല. അടുത്ത സെക്കൻഡിൽ ലോക ചരിത്രത്തിനകത്ത് എന്ത് നിറവേറി? ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. ഓരോ നീതിമാന്റെ തലയൊട്ടിക്ക് വേണ്ടിയുള്ള ലോക ചരിത്രത്തിനകത്തെ ആദ്യത്തെ മോഹിനിയാട്ടം ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങിയിരി. അതിൻ്റെ അവസാനം രാജാവ് ചോദിച്ചു, എന്താണ് പ്രതിഫലമായി നൽകേണ്ടത്? അവൾ ആവശ്യപ്പെട്ടു, യോഹന്നാൻ സ്നാപകന്റെ തലയൂട്ടി. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സമൂഹത്തിനകത്ത് അരാജകത്വം കണ്ടപ്പോൾ ഭരിക്കേണ്ട ഭരണാധികാരികൾ ഭരണത്തെ വിട്ടുകൊണ്ട് ഈ മക്കളെ അതിര് ലംഘിക്കുന്ന ചരിത്രം കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഹൃദയത്തിനകത്ത് അങ്കുരിച്ച വികാരത്തിന്റെ പേരാണ് ധാർമ്മിക രോക്ഷം. മറക്കാതിരിക്കട്ടെ. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു സന്ദേശമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സന്ദേശം. പെസഹ പെരുന്നാൾ സംബന്ധിക്കുവാനായി യേശു തമ്പുരാൻ, പ്രിയപ്പെട്ട മക്കളെ, യേശു തമ്പുരാനും കൂട്ടിക്കൊണ്ട് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കൂടെ ജെറുസലേം ദൈവാലയത്തിലേക്ക് കടന്നു വരികയാണ്. ആരാധന കഴിഞ്ഞു, പിതാക്കന്മാർ ആശീർവാദം കൊടുത്തും എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ യേശു തമ്പുരാൻ ദൈവാലയത്തിൽ തന്നെ ഇരുന്നു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് യേശു കൂടെയില്ല എന്ന് അമ്മ മനസ്സിലാക്കിയത്. 2 ദിവസത്തെ വഴി ബന്ധപ്പെട്ട് ദൈവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട ചിത്രം എന്ന് പറയുന്നത്, യേശു ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കളുടെ അടുക്കലിരുന്നു കൊണ്ട് സംവാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പള്ളി കയറി ചെന്ന ഒറ്റ ഡയലോഗ് ഞാൻ പലപ്പോഴും അത് ഇരുന്ന് ചിന്തിച്ചു. നാടൻ ഭാഷയ്ക്കകത്ത് പറയുകയാണെങ്കിൽ, നീ എന്നാടാ ചെയ്തത്? ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വാത്സല ദൈവസഭയോട്. എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശ്രോതാക്കൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു തമ്പുരാനെ കണ്ടുകെട്ടിയപ്പോൾ കൂടെ പോകാത്തതിൻ്റെ പേരിൽ ദൈവാലയത്തിനകത്തിരിക്കുന്ന മകനെ നോക്കിക്കൊണ്ട് അമ്മ ഒരു ചോദ്യം ചോദിച്ചു,
നീ ഞങ്ങളോട് എന്താണ് ഈ കാണിച്ചത്? എപ്പോഴാണ് ഒരു അമ്മ അമ്മയായി തീരുന്നത്? 9 മാസം കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന നൊന്തുപെറ്റ തള്ളയാകത്തില്ല. അഭിവന്ന പിതാവാകുന്ന ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി ആമുഖ പ്രഭാഷണത്തിൽ വെളിപ്പെട നിങ്ങൾ കേട്ടോ. ഉദരത്തിനകത്ത് ചുമന്ന നൊന്തുപെറ്റ പെറ്റതള്ള കുഞ്ഞിനെ അമ്മപ്പോൾ തൊട്ടിക്കകത്ത് ഉപേക്ഷിച്ചു. അതാണ് കേരളത്തിൽ ഇന്നത്തെ ചിത്രം. വേദനയോട് ചോദിക്കട്ടെ, നൊന്ത് പ്രസവിച്ചാൽ അമ്മയാകത്തില്ല. ഒരുവനെപ്പോഴാണ് തന്തയായി തീരുന്നത്? മകന് ജന്മം കൊടുത്ത് വളർത്തി കണ്ടത്തിനകത്തെ പോത്തു ചവിട്ടി കലക്കവെള്ളം കുടിച്ച് ഒരുച്ചൻ വയറിന്റെ താഴത്ത് ചുട്ടിത്തോർത്ത് മുറുക്കിയെടുത്ത് അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവനും കോളേജിൽ പഠിക്കുന്ന മോന് ATM വഴിയായിട്ട് എടുക്കാൻ അവസരമൊരുക്കിയാൽ ഒരുവൻ അപ്പനായി തീരുന്നില്ല. പിള്ളേര് ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ, ശുണ്ഠിത്തരം കാണിക്കുമ്പോൾ, നീതിബോധമല്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ഇത് എന്താടാ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോൾ അങ്കരിക്കുന്നു, അവിടെയാണ് നാം ഒരപ്പനായ അമ്മയായി മാറുന്നത്. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? തിരുസഭയുടെ ജനത്തോട് ഈ വൈകിയ വേളയിൽ വളരെ വിനയപൂർവ്വം ഞാൻ ആക്രോശത്തിന് ശബ്ദമല്ല, വിനയപൂർവ്വം അപേക്ഷിക്കുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ മിനിഞ്ഞാന്ന് അഭിവന്ദ പിതാവാകുന്ന ഏലിയാസ് മാർ അത്താനാസ് തിരുമേനി പട്ടം കൊടുത്തൊരു പുരോഹിതൻ, അദ്ദേഹത്തിന് പുത്തൻ കുർബാനയ്ക്ക് ദൈവമക്കളെ ഞാൻ സദസ്സിനെ വിളിച്ചൊരുക്കി മനോഹരമായൊരു സന്ദേശം കൈമാറുകയാണ്. ദൈവത്തിനകത്ത് ഉണ്ടാകട്ടെ. പഞ്ചായത്തിന് അധികാരികളും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ഇരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് എൻ്റെ ജനത്തെ ബോധവൽക്കരിക്കുമ്പോൾ പുത്തൻ കുർബാന ചൊല്ലി ദൈവമക്കളെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിനകത്ത് ജനത്തിനു മുമ്പാകെ നിൽക്കുന്ന പുരോഹിതനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ആ അച്ഛനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ. അച്ഛൻ്റെ അപ്പനെയും അമ്മയും കൂടെ ദൈവമക്കളെ സ്റ്റേജിനകത്ത് ഇരിപ്പിടം കൊടുത്തു. അവർ കണ്ണ് നിറഞ്ഞുകൊണ്ട് ദൈവമക്കളെ സന്തോഷത്തോടെ അതിനകത്ത് ഇരിക്കലിടയായി തീർന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇന്ന് സെമിനാരിക്കകത്ത് അച്ഛന്മാരാകാൻ ആമ്പിള്ളാരെ കിട്ടാത്ത കാലം, സന്യസ്തരാകാൻ കോൺവെന്റിനകത്ത് പെണ്ണുങ്ങളെ കിട്ടാത്ത കാലം, എന്താണ് ഈ ദുരന്തത്തിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? വേദനയോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. സുറിയാനി സഭയ്ക്കകത്ത് ആമ്പിള്ളാരും പെമ്പിള്ളാരും ഇല്ലാത്തതല്ല ഇതിൻ്റെ കാരണം. വേദനയോട് വിളിക്കുമ്പോൾ ഓർക്കണം സുഹൃത്തെ, സഹോദരി, പ്രാർത്ഥിച്ച നീതിബോധത്തോടെ തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന തന്തയും തള്ളയും ഇവിടെ ഇല്ലാതായിപ്പോയി. ഇതാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് വേദനയോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് മക്കളെ, ഈ രാത്രിയിൽ ദൈവം നമുക്ക് തന്ന നല്ലതിനൊന്നിനെ ദൈവത്തിന് വേണ്ടി ഈ ഉദരങ്ങൾ ദൈവമക്കളെ ഒരു വിശുദ്ധന് ജന്മമെടുക്കാൻ ഭാഗത്തിന് വേദികളായി മാറാൻ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ ഉദരത്തിനകത്ത്, നിന്റെ ദാമ്പത്യത്തിനകത്ത് ദൈവം തന്നൊരു പൈതലിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിലെ ആരാധന ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദൈവമക്കളെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ മദ്ബഹായിൽ നിൽക്കുന്ന പുരോഹിതന്റെ പിന്നിൽ നിന്നുകൊണ്ട് ധൂപക്കുറ്റി വീശാൻ ഇവിടെ കപ്പ്യാരെ കിട്ടാത്ത കാലമായി തീർന്നിരിക്കുന്നു. കൂലിപ്പണിക്ക് വേണ്ടി കൈതച്ചക്കട മൂട് വെട്ടാൻ വേണ്ടി വന്ന ബംഗാളിയെ കയറ്റി ധൂപക്കുറ്റി വീശേണ്ട ഗതികേടിലേക്ക് AD 82 മാർത്തോമാ ശ്രീക വന്ന് കള്ളി കാളിയങ്കൽ പകലോ മറ്റും സങ്കരവർ തറവാട്ടിൽ നിന്ന് മാമോദീസമുക്കി കരയ്ക്ക് കയറ്റി നിർത്തിയ കേരളത്തിലെ ക്രൈസ്തവ ജനതയെ, സുറിയാനി സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഭക്തരെ, എന്ത് അപജയത്തിന് കാരണം? നീതിബോധത്തോടെ തലമുറയെ ജനിപ്പിക്കാനും നീതിബോധത്തോടെ ധാർമ്മിക മൂല്യത്തോടെ തലമുറയെ വളർത്താത്തതിൻ്റെ പേരിൽ നമ്മുടെ പിന്നിൽ വളർന്നു വരുന്ന തലമുറ ദൈവനിഷേധികളാണെന്ന് വേദനയോടെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിനകം നിങ്ങൾ ഇരിക്കുമ്പോൾ, എൻ്റെ സമയം തീരുകയാണല്ലോ, ഇനി ഞാൻ പ്രസംഗിക്കാൻ പോയാൽ നിങ്ങൾ ദൈവമക്കളെ എഴുന്നേറ്റ് പോകും. എൻ്റെ പ്രസംഗം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഇന്ന് ജീവിതങ്ങളെ ഏൽപ്പിക്കണം. ദൈവമേ, എനിക്ക് തന്ന കുടുംബജീവിതത്തെ, എനിക്ക് തന്നതായ ജീവിതത്തിലെ മേഖലകളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നീതിയോടെ നമ്മോട് സംസാരിക്കാറുണ്ടോ? അപ്പൻ ഉപദേശിക്കാൻ വിളിക്കുമ്പോൾ, അമ്മ നല്ല കാര്യം പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട എന്ന് പറയുന്ന
നമുക്കെതിരെ മുട്ടുയർത്തുന്ന ഒരു തലമുറയാണ് നമ്മൾ ജന്മം കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ദൈവത്തിനകത്തുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തലമുറ നമുക്കെതിരെ ധിക്കാരം പറയുന്നുവെങ്കിൽ, നമ്മുടെ തലമുറ നമുക്കെതിരെ അപവാദം പറയുന്നുവെങ്കിൽ, നമ്മുടെ തലമുറ നമുക്കെതിരെ മുട്ടുചുരുട്ടുന്നുവെങ്കിൽ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജന്മം കൊടുത്ത തന്തയും തള്ളയുമാണ് ഇതിൻ്റെ ഉടമസ്ഥരെ നിങ്ങൾ രാത്രികാലം അറിഞ്ഞിരിക്കണം. വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മാംസത്തിന് ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഒരു വ്യക്തി ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ദൈവമക്കളെ, ഏത് വികാരത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് അനുഭവത്തിലാണ്, ഏത് വികാരത്തിലാണ് തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്, അതായിരിക്കും 9 മാസം കഴിയുമ്പോൾ പുറത്തു വരുന്ന റിസൾട്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ദൈവമക്കളെ, കഴിഞ്ഞ ഈ 6-ാം തീയതി മണർകാട്ട് പള്ളിയിൽ ആദ്യ വെള്ളി ആരാധന നിർവഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഒരു സ്ഥലത്തിന് മുറിയിലിരിക്കുകയാണ്. ദൈവമക്കളെ, 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ മുറിയിൽ കടന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ, അച്ഛാ, അല്പം കഴിയുമ്പോൾ എൻ്റെ ഭാര്യ മോളുമായിട്ട് അച്ഛനെ കാണാൻ വരും, ഒരു ഉപദേശം കൊടുക്കണം. കുഴപ്പമില്ല. ദൈവമക്കളെ, ഈ ചെറുക്കൻ 22കാരൻ മുറിയിൽ വന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമായിട്ട് എൻ്റെ അടുക്കൽ കടന്നു വന്നു, ഒരു പെൺകുട്ടിയുമായി. ഞാൻ ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ ഇവൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഈ മോൾ, അച്ഛൻ ഞങ്ങളുടെ മോളാണ്, 2 പെൺപിള്ളേരാണ്, മൂത്ത മോളാണ് ഇവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു ചെറുക്കനുമായിട്ട് കമ്പനി കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനൊരു ഉപദേശം കൊടുത്ത് ഈ പ്രേമം ഒന്ന് പൊട്ടിക്കണം. ദൈവമക്കളെ, ഞാൻ ആ ചെറുക്കനെ പരിചയപ്പെട്ടു, ഈ ചെറുക്കൻ്റെ അമ്മയെ പരിചയപ്പെട്ടു. 22 വയസ്സ് പ്രായമുള്ള ടാക്സി തൊഴിലാളിയായ ചെറുപ്പക്കാരൻ വാഹനം ഓടിച്ച് കടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പിനകത്ത് മാവിൻ ചുവട്ടിൽ കോളേജിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയെ കണ്ട് ദൈവമക്കളെ ഇവൻ മെസ്സേജ് കൊടുത്ത് ഇവളെ വശത്താക്കി. വീട്ടുകാരെതിർത്തപ്പോൾ ഈ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുമായി ഒളിച്ചോടി. എൻ്റെ പ്രിയ ദൈവമക്കളെ, വേദനയുടെ വെളിപ്പെടുത്തട്ടെ, ആ ഒളിച്ചോട്ടത്തിനകത്തുണ്ടായ മോള ഈ നിൽക്കുന്ന 18കാരി, 10ാം ക്ലാസ്സുകാരി. ഞാനൊരു ചോദ്യം ചോദിച്ചു, നീ 18ാമത്തെ വയസ്സിൽ, നീ 22ാമത്തെ വയസ്സിൽ ഒളിച്ചോടിയെങ്കിൽ ആ രക്തത്തിനകത്തുണ്ടായ മോള് 15ൽ ഒളിച്ചോടും. ആരാണ് ഉത്തരവാദി? ജന്മം കൊടുത്തവരാ. മാംസത്തിന് ജീവൻ രക്തത്തിനകത്തിരിക്കുന്നുവെന്ന് ലേവ്യ പുസ്തകം 17:11 പഠിപ്പിക്കുകയാണ്. നമ്മൾ ഏത് വികാരത്തിൽ, ഏത് അനുഭവത്തിൽ, ഏത് പശ്ചാത്തലത്തിൽ ആണ് ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്, ആ വികാരത്തിന് സ്പന്ദനങ്ങൾ രക്തം വഴിയായി അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കുണ്ടായ തലമുറകൾ ധാർമ്മിക മൂല്യമുള്ള, നീതിബോധമുള്ള ഒരു തലമുറയായി തീരണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? അല്ല, നമ്മൾ എന്തു ചെയ്യണം? യേശുവിനെ പോലത്തെ മോനാവേണ്ടതെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം ഹൃദയത്തിൽ സ്വീകരിക്കണം. മറിയത്തെ പോലത്തെ മോളയാണ് വേണ്ടതെങ്കിൽ മറിയത്തിൻ്റെ സ്വഭാവം ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് തലമുറയ്ക്ക് ജന്മം കൊടുക്കണം. വീരപ്പനെ പോലത്തെ മോനാ വേണ്ടതെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഇപ്പോഴത്തെ സ്വഭാവം അധികമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിക്കകത്തിന് ശ്രവിക്കുന്ന ദൈവത്തിന് മക്കളെ വെളിപ്പെടുത്തി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപക്ഷെ നിങ്ങൾ വരൻ്റെ നോക്കുവാർ വെച്ചു, ഒരു 10 കൊല്ലം മുമ്പ് അച്ഛനിങ്ങനെ ഒരു പ്രസംഗം നടത്തിയിരുന്നുവെങ്കിൽ അരക്കൈ നോക്കാമായിരുന്നു. ഇപ്പോൾ ഈ പ്രസംഗത്തിന് പ്രസക്തിയില്ലല്ലോ, പ്രായമൊക്കെ ആയിപ്പോയി. പേടിക്കണ്ട. ഈ കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് ദൈവവൈതലേ നീ പ്രാർത്ഥിക്കണം. ദൈവമേ, പ്രാർത്ഥിച്ച് മൂല്യബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതാ ഇന്ന് രാത്രിയിൽ എൻ്റെ വൈകൃതങ്ങൾ കെട്ടിയിറക്കപ്പെട്ട എൻ്റെ മകനെയും മകളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ കുറവുകൾ എന്നിൽ തീർത്ത് എൻ്റെ തലമുറയെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് പള്ളി മൈതാനിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ അധാർമികതകളെല്ലാം നമ്മിൽ തീരട്ടെ. ഒരു നല്ല തലമുറയെ കണ്ട് കണ്ണടയ്ക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയം പോയല്ലോ. വാക്കുകളെ ചുരുക്കി ദൈവമക്കളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ ജനതയെ ദൈവം തമ്പുരാൻ മരുഭൂമിയിലേക്ക് നടത്തി.
എന്തിനാണ് അവരെ മരുഭൂമിയിലേക്ക് നടത്തിയത്? മൂല്യബോധമുള്ള, ധാർമ്മികതയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനസഞ്ചയമാക്കി ഈ സമൂഹത്തിനകത്ത് അവരെ വളർത്താൻ ദൈവം തമ്പുരാൻ അവരെ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു. അതിനൊരു വാക്കുകൂടി വായിച്ച് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ആവർത്തനത്തിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന് 2-ാം തിരുവചനത്തിനകത്ത് ഇങ്ങനെ വായിക്കുകയാണ്: ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. ദൈവത്തിനകത്തോടെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവമക്കളെ, സർവ്വശക്ത ദൈവം തമ്പുരാൻ അവിടുത്തെ ജനത്തെ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടത് അവരോട് ദൈവത്തിന് കൃത്യമായി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹോശയ്യ 2:14-15 വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. ദൈവത്തിന് ജനത്തെ ദൈവം മരുഭൂമിയിൽ നടത്തിയത്, മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന് ജനത്തിന് ഒരു മുന്തിരിത്തോട്ടം, ഒരു അനുഗ്രഹിക്കപ്പെട്ട മേഖല ക്രമീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് സഭയെ ദൈവം നയിച്ചത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മൂല്യബോധമുള്ള ധാർമ്മികതയുള്ള മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ജനത്തെ നയിച്ചതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിവട്ടങ്ങളുമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മൂല്യബോധമുള്ള ധാർമ്മികതയുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി ജീവിതങ്ങളെ ക്രമീകരിച്ച് നിത്യതയുടെ അവകാശിയായി തീരേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഇപ്രകാരം ഒരുക്കി കൊണ്ടുപോകുന്നത്. വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകളെ ചാർത്തടയ്ക്കാം, ശിരസ്സുകളെ നമുക്ക് ഉനിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമോസ് പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ന്യായം വെള്ളം പോലെയും നീതി വറ്റാ തോട് പോലെയും കവിഞ്ഞൊഴുകുന്നു എന്ന ചിന്താവിഷയങ്ങളിലൂടെ ഈ വർഷത്തെ കൺവെൻഷന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ കൂടാരത്തിനകത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ ഇതികർത്യവത മൂഢരായി ചങ്ക് പൊട്ടിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് എനിക്കാരുമില്ല എന്ന നിരാശയോടുകൂടി മരുഭൂമി പ്രയാണത്തിനകത്ത് തളർന്ന അവസരായി ഈ വഴിത്തലയ്ക്ക് തളർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശമരിയക്കാരൻ നിന്നെ തേടി കടന്നു വരുന്നുണ്ട്. ആര് കൈവിട്ടാലും, ആരെല്ലാം അന്വേഷിച്ചില്ലാലും, ആരും അന്വേഷിച്ചില്ലെങ്കിലും, നിനക്കാരുമില്ലെങ്കിലും നിനക്കൊരു ഉടയവനുണ്ട്. ആ ഉടയവൻ ഇന്ന് രാത്രിയിൽ നിന്നെ തേടി കടന്നു വരികയാണ്. ഈ കൂടാരത്തിനകത്തേക്ക് മോനെ മോളെ നീ വരുന്നതിന് മുമ്പ്, ഇവിടെ കസേര നിരത്തുന്നതിന് മുമ്പ്, പിതാക്കന്മാർ എഴുന്നള്ളതിന് മുമ്പ്, മൈക്ക് ക്രമീകരിക്കുന്നതിന് മുമ്പ്, പാട്ടുകാർ പാടുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഈ കൂടാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്തിനാണ് വന്നത്? ജനത്തിൻ്റെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ല, കാണിക്കയുടെ കട്ടി നോക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ വിശുദ്ധന്മാർ ആരൊക്കെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടല്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ നിരാശ ജീവിതത്തിന് നീരാളി പിടുത്തത്തിനകത്ത് വട്ടം കറങ്ങി നട്ടം തിരിഞ്ഞ് സ്വസ്ഥതയും സമാധാനമില്ലാതെ വഴിത്തലയ്ക്ക് തളർന്നിരിക്കുന്ന ജീവിതങ്ങൾ ഈ കൂടാരത്തെ രാത്രി വരുമെന്ന് കണ്ടുകൊണ്ട് സ്വർഗത്തിന് മഹിമകൾ വെടിഞ്ഞുകൊണ്ട് പ്രാണനാഥനായ യേശു അരികെ നിൽക്കുകയാ. ജീവിതം ഏൽപ്പിച്ചു കൊടുത്തേ. യേശു അപ്പച്ച മൂല്യബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, സദാചാരബോധമുള്ള, ധാർമ്മികമായ ജീവിത നിലപാടുകളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ആധ്യാത്മിക ജീവൻ നയിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാൻ എന്നെ അവിടെ നിന്ന് ഒരുക്കണമേ. ദൈവകരുണയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള ദൈവമേ, അടിയങ്ങളെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച ഇമ്പകരമായ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. നാഥ, ഒരു വലിയ തീരുമാനം, ഒരു വലിയ സമർപ്പണം, ഒരു വലിയ അഭിഷേകം ഈ രാത്രികാലം കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജയകരമായ ജീവൻ നയിച്ച് അങ്ങേ പ്രിയപ്പെട്ട മകനും മകളുമായി തിരുവാൻ എന്നെ അവിടെ നിന്ന് ഒരുക്കണമേ. രോഗികളുടെ മേൽ സ്വർഗത്തിന് കരം വെച്ച്, ബന്ധനസ്ഥരെ വിടുവിച്ച്, പരിശുദ്ധ അടിയങ്ങളിലേക്ക് അയച്ച് സാക്ഷ്യമുള്ള ജയജീവൻ നയിപ്പാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. പരിശുദ്ധ സഭ അനുഗ്രഹിക്കണമേ. കലഹങ്ങളും വ്യവഹാരങ്ങളും മാറിനടയാക്കി തീർക്കണമേ. മരുഭൂമി ഒരു ദൈവമേ ഒരു നീരൊഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ട മലർവാടിയാക്കി മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നയിപ്പാൻ കൂടുതൽ കൃപ കൊടുക്കണമേ. ജനത്തോട് കരുണ കാണിക്കണമേ. അടിയനങ്ങ് ബലപ്പെടുത്തണമേ. ചെറുകൻ്റെ അടി സൂക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധന്മാർ രക്തസാക്ഷികളെ അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ വരുവാനും യാദൃശ്ചികമായിട്ടാണെങ്കിലും വചനം സംസാരിപ്പാൻ അവസരമൊരുക്കി തന്ന സഭയോട് പ്രത്യേകം ക്ഷണിച്ച ഞങ്ങളുടെ എല്ലാമായിരിക്കുന്ന അഭിബന്ധ പിതാവായ എലിയാസ് മറത്താനാസ് തിരുമേനിയോടും
ഈ ശബ്ദവരെ തന്നെ ശ്രവിച്ച് എല്ലാവരുള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും വിധേയത്വം ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. വിലയേറിയ പ്രാർത്ഥനയും വല്ലപ്പോഴും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് ദൈവാനുങ്ങൾ നേരുന്നു. ദൈവം നമ്മളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.